നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റേഷൻ കാർഡ് BPL ആക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. 1000 സ്ക്വയർ ഫീറ്റർ കൂടുതൽ വിസ്തീർണമുള്ളവരാണ് എങ്കിൽ അപേക്ഷിക്കേണ്ട. നിങ്ങൾക്ക് 4 ചക്ര വാഹനമുണ്ടോ? അപേക്ഷിക്കരുത്. 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് 25,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനമുള്ളവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട. ഇനി ആദായ നികുതിയോ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരോ അല്ല ആദായ നികുതി അടയ്ക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യം പലപ്പോഴും APL കാർഡായിരിക്കും. പിന്നീട് അത് APLക്ക് മാറ്റാനാണ് ഇപ്പോൾ അവസരം. ഇനി മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങളിലൊന്നും പെടാത്ത ആളുകൾ അവർക്കാണ് ഈ BPL വിഭാഗത്തിലേക്ക് മാറാനുള്ള അവസരം. ഈ കഴിഞ്ഞ മാസം അതായത് നവംബർ 25 മുതൽ ഈ മാസമായ ഡിസംബർ 25 വരെയാണ് ഇതിനുള്ള സമയം. ഇത് നമുക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കാനും കഴിയും. ഇതിനായി നമുക്ക് വേണ്ടത് രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇനി വാടക വീടാണെന്നിരിക്കട്ടെ, വാടക വീട്ടുകാരൻ്റെ ഒരു കരാർ പത്രം വേണം. അതും 200 രൂപ മുദ്രപത്രത്തിൽ വേണം. 2 സാക്ഷികൾ ഒപ്പിടുകയും വേണം. ഇത് വാടകയ്ക്കാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖ. ഇനി പഞ്ചായത്തിൽ ഒരു BPL ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ഒപ്പിട്ട് വെക്കണം. അതുകൂടി ഇതിൻ്റെ കൂടെ വെക്കണം. ഇനി നിങ്ങൾ ആരെങ്കിലും മാരക രോഗിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ വികലാംഗരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇനി സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് സെക്രട്ടറിയിൽ നിന്ന് വാങ്ങാം. ഇനി 21 വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാരംഭരായ വിധവകളാണ് എന്ന് വിചാരിക്കുക. അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. ഈ അപേക്ഷകളെല്ലാം നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി അന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് നമ്മുടെ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. ഇപ്പം ഇനി APL കാർഡാണ് നിലവിലുള്ളത്. അവർ BPL ആകാനുള്ള യോഗ്യതയുണ്ട് എങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം സംഘടിപ്പിച്ച് കോമൺ സർവീസ് സെൻറ്റർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള ഒരു ജനസേവന കേന്ദ്രമാണ് ഈ കോമൺ സർവീസ് സെൻറ്റർ, CSC സെൻറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുകളിലോ പോയി നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.